കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കിത്തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അതേ, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തിനടുവിലും നമ്മെ പരിപാലിച്ച് നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. 14 സങ്കീർത്തനത്തിന്റെ 7 വാക്യം നാം വായിക്കുമ്പോൾ, രക്ഷയ്ക്കായി ഇസ്രായേലിന്റെ ദൈവത്തോട് കാത്തിരിക്കുന്ന ഒരു ഭക്തനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: സിയോനിൽ നിന്ന് ഇസ്രായേൽ രക്ഷ വന്നെങ്കിൽ യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് രക്ഷ വരുവാൻ ദൈവത്തെ നോക്കിയിരിക്കുന്ന ഭക്തനെ കാണുന്നു. 14 സങ്കീർത്തനത്തിൽ 1 വാക്യം നാം വായിക്കുമ്പോൾ, ദൈവമില്ല എന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ, ഇതാ ദൈവത്തെ കാത്തിരിക്കുന്ന ഭക്തനെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? ദൈവത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി. എന്താണ്? ദൈവപ്രവൃത്തി വെളിപ്പെട്ടേ പറ്റുകയുള്ളൂ. കാരണം സന്തോഷത്തെയും ആനന്ദത്തിന്റെയും മേഖലകളെ കെടുത്തിക്കളയുന്ന ഇരുട്ടിന്റെ വ്യാപാരത്തിലൂടെ കടന്നു പോവുകയാണ്. അവിടെ ആനന്ദമില്ല, സന്തോഷമില്ല എന്നുള്ളതാണ്. എന്നാൽ ഇസ്രായേൽ സന്തോഷിക്കേണ്ടവരാണ്, യാക്കോബ് ആനന്ദിക്കേണ്ടവരാണ്. പക്ഷെങ്കിൽ അവരുടെ ആനന്ദത്തെയും അവരുടെ സന്തോഷത്തെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് വ്യാപരിക്കുന്ന ശത്രുവിന്റെ പോരുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ നിന്നൊരു വിട ലഭിക്കുവാൻ ദൈവത്തെ കാത്തിരിക്കുക. ദൈവമേ, നിങ്ങൾ നിന്നും ഒരു രക്ഷ വന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നവർ ആഗ്രഹിക്കുന്നു, എന്നവർ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ സന്തോഷത്തെയും നമ്മുടെ ആനന്ദത്തെയും കെടുത്തിക്കൊണ്ട് വ്യാപരിക്കുന്ന പ്രശ്നങ്ങൾ, ഓരോ കുടുംബങ്ങളിൽ അടിക്കടി ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, രോഗത്തിന്റെ കാഠിന്യങ്ങൾ, തലമുറയെക്കുറിച്ചുള്ള ഭാരങ്ങൾ, മറ്റ് വിചാരങ്ങൾ, മറ്റ് ചിന്തകളാൽ ഞാനും നിങ്ങളും ഭാരപ്പെട്ട് മുൻപോട്ട് നീങ്ങുമ്പോൾ അവിടെ നമുക്ക് കാത്തിരിക്കുവാൻ ഒരിടം മാത്രമേ ഉള്ളൂ. അത് ദൈവത്തിന്റെ സന്നിധിയാണ്. ദൈവത്തെ മാത്രമേ നമുക്ക് കാത്തിരിക്കുവാൻ കഴിയുള്ളൂ. 121 സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ അവിടെ ഇതാ സഹായത്തിനായി, അനുഗ്രഹത്തിനായി ദൈവത്തെ കാത്തിരിക്കുന്ന ഭക്തനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ദൈവത്തെ കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോവുകയില്ല എന്നുള്ളതാണ്. 40 സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ, നാശകരമായ കുഴിയിൽ, കുഴഞ്ഞ ചേറ്റിൽ കിടന്നുകൊണ്ട്, ആർക്കും സഹായിപ്പാൻ കഴിയാത്ത മേഖലകളിൽ കിടന്നുകൊണ്ട് ദൈവത്തിന്റെ രക്ഷയ്ക്കായി ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ രക്ഷയ്ക്കായി അവൻ കാത്തിരിക്കുകയാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. എന്റെ സങ്കടങ്ങളിൽ, എന്റെ വേദനകളിൽ, എന്റെ പ്രതിസന്ധികളിൽ, നാശകരമായ കുഴിയിൽ ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു. ഇരുന്ന ഭക്തൻ ലജ്ജിച്ചു പോയില്ല. അവിടെ നാം എന്താണ് വായിക്കുന്നത്? എന്റെ ദൈവം എങ്കിലേക്ക് ചാഞ്ഞിറങ്ങി വന്നു, അവന്റെ ബലമുള്ള ഭുജമെന്നെ പിടിച്ചു, അവിടുന്ന് എന്നെ കയറ്റി ഉറപ്പുള്ള പാറമേൽ നിർത്തി, എന്റെ ദുഃഖത്തെ മാറ്റി, വേദനകളെ മാറ്റി, നിരാശകളെ മാറ്റി. എന്റെ വായിൽ അവൻ പുതിയ പാട്ട്, സന്തോഷത്തിന്റെ പാട്ട് എനിക്ക് തന്നു. എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, നിന്റെ ജീവിതത്തിന്റെ സന്തോഷത്തെ കെടുത്തിക്കൊണ്ട് വ്യാപരിക്കുന്ന മേഖലകളിൽ ദൈവത്തിലേക്ക് നീ കണ്ണു ഉയർത്തുമെങ്കിൽ അവിടെ നിന്ന് സഹായം എത്തിച്ച് നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ ദൈവം സർവശക്തനാണ്. അവരിൽ വിശ്വസിക്കുക. ഇവിടെ പറയുകയാണ്,
സിയോനിൽ നിന്നും തന്റെ ജനത്തിന് രക്ഷ വന്നിരുന്നു എങ്കിൽ വളരെ പ്രതീക്ഷയോടെ, വളരെ വിശ്വാസത്തോടെ കാത്തിരിക്കുന്നു. ദൈവത്തിന്റെ രക്ഷ വന്നാൽ എൻ്റെ ഭവനത്തിൽ സന്തോഷമുണ്ടാകും. നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് വിശ്വസിക്കാം. ദൈവമേ, നിങ്ങൾ നിന്നും എനിക്കൊരു രക്ഷ അയക്കണമേ, എൻ്റെ ഭവനത്തിൽ രക്ഷ അയക്കണമേ, എൻ്റെ തലമുറയ്ക്ക് നീ രക്ഷ അയക്കണമേ. ജീവിതത്തിൽ സന്തോഷത്തെ കെടുത്തിക്കൊണ്ട്, സമാധാനത്തെ കെടുത്തിക്കൊണ്ട്, നഷ്ടങ്ങൾ വരുത്തിക്കൊണ്ട് വ്യാപരിക്കുന്ന മേഖലകൾക്ക് അങ്ങൊരു പരിഹാരം വരുത്തണമേ എന്ന് ആത്മാർത്ഥമായി നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. യെശയ്യാ പ്രവചനം 55 അധ്യായത്തിന്റെ 13 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: മുള്ളിന് പകരം ശർലവിഷം മുളയ്ക്കും, പറക്കാരയ്ക്ക് പകരം കൊഴുന്ത് മുളയ്ക്കും. അതെ, വേദനപ്പെടുത്തുന്ന മുള്ളിന്റെ അനുഭവങ്ങൾ, അതെ, ശാപത്തിന് തുല്യമായി നിൽക്കുന്നതായിട്ടുള്ള പറക്കാരയുടെ അനുഭവങ്ങൾ, ഇരുട്ടിന്റെയും രോഗത്തിന്റെയും നന്മയോട് പോരാടി വ്യാപരിക്കുന്ന ആ മുള്ളിന്റെയും പറക്കാരയുടെ അനുഭവങ്ങൾ. പക്ഷേ അവിടെ പറയുക, ദൈവം അതിനു പകരം എന്താണ്? മുള്ളിനു പകരം ദൈവം ശർലവൃക്ഷത്തെ മുളപ്പിക്കും, പറക്കാരയ്ക്ക് പകരം ദൈവം കൊഴുന്ത് മുളപ്പിക്കും. അതേ, അനുഗ്രഹിക്കപ്പെട്ട ശർലവൃക്ഷം, അതേ, പെരുഞ്ഞാറകൾ കൂടുകെട്ടി, അതേ, ഗാനങ്ങൾ ആലാപിക്കുന്ന ഭവനത്തിന്റെ അന്തരീക്ഷങ്ങൾക്ക് മാറ്റം വരുത്തി ആനന്ദത്തിന്റെയും നൃത്തത്തിന്റെയും അനുഭവങ്ങൾ വെളിപ്പെടുത്തുന്ന മേഖലകൾ. എന്താണ് അവിടെ നമ്മൾ വായിക്കുന്നത്? പറക്കാരയ്ക്ക് പകരം കൊഴുന്ത് മുളയ്ക്കും, ശാപത്തിന് പകരം കൊഴുന്ത്, സൗഖ്യമുണ്ടാക്കുന്ന കൊഴുന്ത് ഭവനത്തിന്റെ ഉള്ളിൽ മുളപ്പിക്കും ദൈവം. അതേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ജീവിതത്തിന്റെ അവസ്ഥകൾക്കും മാറ്റം വരുത്തി, അതേ, നിന്റെ ജീവിതത്തിൽ സന്തോഷം തരുവാൻ, ആനന്ദം തരുവാൻ ദൈവം വിശ്വസ്തനാണ്. അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കൂ, അവൻ മാറ്റം വരുത്തും. പൂർണ്ണമായി വിശ്വസിക്കുക, അവങ്കിലെ കണ്ണുകൾ ഉയർത്തുക. അവൻ നിന്റെ ഭവനത്തിന്റെ തലമുറയ്ക്ക്, നിന്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തി ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെ അനുഭവങ്ങളെ വെളിപ്പെടുത്തി തരാൻ ദൈവം വിശ്വസ്തനാണ്. അവന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കൂ. അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. അവിടെ സന്തോഷത്തെയും സമാധാനത്തെയും കെടുത്തിക്കൊണ്ട് വ്യാപരിക്കുന്ന എല്ലാ അനുഭവങ്ങളും അവരെ വിടുവിച്ച് ഈ ദിവസങ്ങളിൽ ഭവനത്തിനുള്ളിൽ വലിയ മാറ്റങ്ങൾ കൊടുത്ത് അനുഗ്രഹിക്കുവാൻ നിന്റെ ദാസൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കേൾവിക്കാരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവേ, ചെറിയ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ കർത്തൃ ശുശ്രൂഷയിൽ പാസ്റ്റർ KK സാമുവേൽ.